ഇന്ന് അരുവിത്തറ പള്ളിയിൽ പെരുന്നാളാണ്. വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാളാണ് അവിടെ എല്ലാ വർഷവും ആഘോഷിക്കുന്നത്. ഈസ്റ്റർ കഴിഞ്ഞുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ. ഈരാറ്റുപേട്ടയിലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് വരുന്നത്. നാനാജാതി മതസ്ഥർ എല്ലാ വർഷവും ഇവിടെ പെരുന്നാൾ ആഘോഷിക്കാൻ എത്തുന്നുണ്ട്. അവിടെ എല്ലാ വർഷവും പതിവ് തെറ്റിക്കാതെ എത്തുന്ന ഒരു കേന്ദ്രമന്ത്രിയുണ്ട് നമുക്കിപ്പോൾ, നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി. സിനിമാ താരവും BJPയുടെ കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഇന്നും പതിവ് തെറ്റിക്കാതെ പെരുന്നാളിനെത്തി. വെള്ളിച്ചിന് പതിവ് തെറ്റിക്കാതെ ശ്രീകണ്ണൻ നല്ലെണ്ണയെ സമർപ്പിച്ചു. എല്ലാ വർഷവും സുരേഷ് ഗോപി അരുവിത്തറയിൽ എത്താറുണ്ട്. പള്ളിപ്പെരുന്നാളിൽ എത്തുകയും പള്ളിയിൽ വിശുദ്ധരെ കണ്ട് പ്രാർത്ഥിക്കുകയും വലിയ നേർച്ചകൾ അർപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഈ വർഷവും പതിവ് തെറ്റിക്കാതെ കൃത്യമായി തന്നെ സുരേഷ് ഗോപി അവിടെ എത്തി. ഇന്ന് വൈകുന്നേരം 5:30 സുരേഷ് ഗോപി പള്ളിയിലെത്തിയത്. എന്താണെങ്കിലും പള്ളിയിലെത്തുകയും ഇടവകാംഗങ്ങളെ കാണുകയും അച്ഛനുമായി സംസാരിക്കുകയും അതിനുശേഷം പ്രാർത്ഥിക്കുകയും ചെയ്തതിനു ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. പാലാ രൂപതയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന 2 പള്ളികളിൽ ഒന്നാണ് അരുവിത്തറ പള്ളി. പരമ്പരാഗതമായി അരുവിത്തറയിലെ കത്തോലിക്ക പള്ളി AD 151 സ്ഥാപിതമായാണ് വിശ്വസിക്കപ്പെടുന്നത്. സെന്റ് തോമസിൽ നിന്നും സ്നാനമേറ്റ ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ഇവിടെ താമസിച്ചിരുന്നുവെന്നും അനുമാനിക്കപ്പെടുന്നുണ്ട്. പാലാ രൂപതയിലെ എല്ലാ പ്രധാന പള്ളികളും അരുവിത്തറ പള്ളിയിൽ നിന്നുമാണ് സാംസ്കാരികവും ആത്മീയവുമായ പാരമ്പര്യം നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലാ രൂപതയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയായി ഇത് മാറിയിട്ടുണ്ട്. പാലാ, ഭരണങ്ങാനം, പൂനാർ, തടിനാട്, കാനിരപ്പള്ളി തുടങ്ങിയവ അരുവിത്തറ പള്ളിയുടെ കീഴിലായിരുന്നു പണ്ട്. 13ാം നൂറ്റാണ്ട് വരെ അരുവിത്തറ പള്ളി മാർത്തോമ മറിയത്തിന്റെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പ്രധാന ആൾത്താരയുടെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിരുന്ന വിശുദ്ധ മറിയത്തിന്റെ പ്രതിമ ഈ വസ്തുതയുടെ വ്യക്തമായ തെളിവ് കൂടിയാണ്. 13ാം നൂറ്റാണ്ടിൽ ശത്രുക്കളുടെ കൈകളിൽ നിന്നും രക്ഷപ്പെടാൻ നിലയ്ക്കലിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്ന ഒരു കൂട്ടം ക്രിസ്ത്യന്മാർ നിലയ്ക്കലിൽ നിന്നും വിശുദ്ധ ജോർജിന്റെ പ്രതിമ കൊണ്ടുവന്ന് അരുവിത്തറ പള്ളിയിൽ ആരാധനയ്ക്കായി സ്ഥാപിക്കുകയായിരുന്നു. അന്നു മുതൽ അരുവിത്തറ പള്ളി സെന്റ് ജോർജിന്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അരുവിത്തറയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾ സെന്റ് ജോർജിന്റെ സഹായം തേടുന്നതിനാൽ തന്നെ ദൈവത്തിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങളും അവർക്ക് ലഭിച്ചു എന്ന് കരുതപ്പെടുന്നുണ്ട്. ക്രമേണ അരുവിത്തറയിലെ വിശുദ്ധ ജോർജ് അരുവിത്തറ വെള്ളിച്ചൻ എന്നറിയപ്പെടുകയായിരുന്നു. എല്ലാ വർഷവും വളരെ ഗംഭീരമായാണ് അവിടെ പെരുന്നാളുകൾ ആഘോഷിക്കപ്പെടുന്നത്. ഈസ്റ്റർ കഴിഞ്ഞുള്ള ആഴ്ചകളിലാണ് അവിടെ പെരുന്നാളുകൾ സ്ഥിരമായി നടക്കാറുള്ളത്. എന്തായാലും എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇപ്രാവശ്യവും സുരേഷ് ഗോപി അവിടെ എത്തുകയും പ്രാർത്ഥനകളിൽ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയാകുന്നതിന് മുമ്പും അദ്ദേഹം പതിവ് തെറ്റിക്കാതെ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. ഇന്നും കൃത്യമായി തന്നെ സുരേഷ് ഗോപി എത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു.